പല തരത്തിലുള്ള മൈൻഡ് ഗെയിമുകൾ കണ്ടിട്ടുണ്ട്. പെനാൽറ്റി എടുക്കാൻ വരുന്ന താരത്തിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനൊക്കെ ഇല്ലാതെയാക്കാനും അവരെ ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടി ഗോൾ കീപ്പർമാർ പലതും ചെയ്യും. അർജൻറ്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസൊക്കെ അത് എങ്ങനെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. ഇപ്പം അർജൻറ്റീനയുടെ കളികളിൽ മാത്രമല്ലെന്നേ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആസ്റ്റൺ വില്ല കളിയിൽ ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റി എടുക്കാൻ നിൽക്കുമ്പോൾ ക്രിസ്ത്യാനോ വരട്ടെ ക്രിസ്ത്യാനോ വരട്ടെ എന്ന് പറഞ്ഞൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവും. അങ്ങനെ ആ, വലിയ രൂപത്തിൽ മൈൻഡ് ഗെയിം കളിക്കാറുണ്ട്. എന്നാൽ ഇത് വല്ലാത്ത ആദ്യമായിപ്പോയി. ഇന്നലെ ലിഗ എംഎക്സിൽ ടൈഗ്രസ് UANലും മോണ്ടറിയും തമ്മിൽ കളിക്കുന്നു. മോണ്ടറിയുടെ താരമാണ് ഇപ്പോൾ സെർജിയോ റാമോസ്. അവർക്ക് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ കിട്ടിയ പെനാൽറ്റി എടുക്കാൻ വേണ്ടി ആ, റാമോസ് ഇങ്ങനെ റെഡിയാവുന്നു. സ്പോട്ടിൽ ഇങ്ങനെ ബോളൊക്കെ വെച്ച് കാത്തു നിൽക്കുമ്പോൾ ടൈഗ്രസ് UANലിൻ്റെ ഗോൾ കീപ്പർ അർജൻറ്റീനക്കാരനായിട്ടുള്ള നാഹുൽ ഗൂസ്മാൻ ചെയ്യുന്ന പണി നിങ്ങൾ കണ്ടോ? ഇതാ ഇങ്ങനെ നിൽക്കുകയാണ്, പുറംതിരിഞ്ഞ് നിൽക്കുന്നു. തൻ്റെ പുറംഭാഗം ആ ഒരു സ്പോട്ടിന് നേരെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കൈയൊക്കെ ഉയർത്തി വാമപ്പിൻ്റെ ഒക്കെ രൂപത്തിൽ കുറേ സമയം നിൽക്കുകയാണ്. കിക്ക് എടുക്കാൻ നിൽക്കുന്ന റാമോസിൻ്റെ ആ ഒരു മനസ്സ് തെറ്റിക്കണം, കോൺസെൻട്രേഷൻ തെറ്റിക്കണം, അതാ ഉദ്ദേശം. പിന്നെ വീണ്ടും ആ കിക്ക് എടുക്കുന്നത് വരെ അദ്ദേഹം ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് സേവ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തി. എവിടെ ഏൽക്കാൻ. റാമോസ് അത് വളരെ കൂളായിട്ട് ഗോളടിച്ച് അത് ആഘോഷിക്കുകയും ചെയ്തു. എന്തായാലും ഇത് വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പരിപാടിയായി പോയി, പുറംതിരിഞ്ഞ് നിൽക്കുക പെനാൽറ്റി എടുക്കുന്ന താരത്തിന് നേരെ. എന്തായാലും ഗോൾ കീപ്പർമാർ ഇങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ അടവുകളാണ് ഇവന്മാരുടെ കയ്യിൽ.